മറ്റൊരു പേരിലേക്കും ചർച്ചകൾ കടക്കാതെ ഐകകണ്ഠേനയാണ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ നേരിട്ട പിണറായി വിജയനെ സങ്കീർണമായ ദൌത്യങ്ങളാണ് കാത്തിരിക്കുന്നതും. സമാനതകളില്ലാത്ത പരാജയത്തിന്റെ ഇരുട്ട് പേറി നിൽക്കുമ്പോഴും വെളിച്ചത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ പിണറായി എന്ന പേരല്ലാതെ മറ്റൊന്ന് സിപിഎമ്മിന് സങ്കല്പിക്കാനാകുന്നില്ല. കേരള രാഷ്ട്രീയത്തിന്റെ വളവ് തിരിവുകളിൽ ചിതറിപ്പോകാതെ പാർട്ടിയെ പതിറ്റാണ്ടുകൾ കൈപിടിച്ച് നടന്നയൊരാൾ, ഇന്ത്യയിലാകെ വേരറ്റപ്പോഴും ഇന്നും അടിത്തറ ചിതറാതെ സിപിഎമ്മിനെ ബാക്കിയാക്കുന്നയൊരാൾ. പാർട്ടിക്ക് പ്രതീക്ഷ വയ്ക്കാൻ മറ്റാരുണ്ട് പിണറായി വിജയനല്ലാതെ? മുഖ്യമന്ത്രി പദം വിട്ട് പ്രതിപക്ഷ നേതാവെന്ന കസേരയിലേക്ക് എത്തുമ്പോൾ പക്ഷേ പിണറായി വിജയനെ കാത്തിരിക്കുന്നത് സങ്കീർണമായ ദൗത്യങ്ങളാണ്. പരിചിതമല്ലാത്ത മറ്റൊരു ശൈലിയിലേക്ക് വഴിമാറാൻ ഈ കാലം പിണറായിയെ നിർബന്ധിക്കും. ഒരു വ്യക്തിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുന്ന സംസ്കാരം ഇനി വേണ്ടെന്ന് വോട്ടെഴുതിയ ജനങ്ങൾ ആശിക്കുന്നത് കൂട്ടായ നേതൃത്വം എന്ന അടിസ്ഥാനാശയത്തിന്റെ തിരിച്ചുവരവാണ്. അതിന് വഴങ്ങാൻ 80-ലെത്തിയ പിണറായി വിജയന് ഇനി കഴിയുമോ? ജനങ്ങളുമായി ആശയവിനിമയം ഉണ്ടാവുക, അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക, അവരുടെ വിമർശനങ്ങൾക്ക് വിധേയനാവുക. 60-ാം മിനിറ്റിൽ മൈക്ക് ഓഫാക്കി മടങ്ങിയിരുന്ന പിണറായി സഹിഷ്ണുതയുടെ പുതിയ പാഠങ്ങൾ പഠിക്കുമോ ഇനി? ജനക്കൂട്ടവുമായി നഷ്ടപ്പെട്ട വൈകാരിക ബന്ധം തിരിച്ചെടുക്കൽ അതിപ്രധാനമായിരിക്കെ പിണറായിയുടെ കാർക്കശ്യവാക്കുകൾ ലാളിത്യത്തിന് വഴിമാറുമോ? കണ്ടുമടുത്ത നേതാക്കളിൽ നിന്ന് പുതിയ മുഖങ്ങളെ തേടുകയാണ് എല്ലായിടത്തും നവതലമുറ. അവിടെ പാർട്ടിയിലും നിയമസഭയിലും പഴയ നേതാക്കൾ തന്നെ തുടരാൻ തീരുമാനിക്കുന്ന സിപിഎം ഏറ്റെടുക്കുന്നത് കനത്തൊരു വെല്ലുവിളിയാണ്. ജനങ്ങൾക്കിടയിലുണ്ടായ വിശ്വാസനഷ്ടം വീണ്ടെടുക്കൽ, പാർട്ടി കോട്ടകളിലുണ്ടായ അടിവേരിളക്കം പരിഹരിക്കൽ, വെറുപ്പിന്റെ വസൂരവിത്ത് വിതേർക്കേറുന്ന ബിജെപിയെ പ്രതിരോധിക്കൽ. ഇത്തവണ പ്രതിപക്ഷത്തിരിക്കുന്ന സിപിഎമ്മിനും എൽഡിഎഫിനും സവിശേഷമായ കടമ്പകൾ ഏറെയുണ്ട്. ആ സങ്കീർണമായ ദൗത്യത്തിലും നായകത്വം പിണറായി തന്നെ നിർവഹിക്കട്ടെ എന്നാണ് സിപിഎം തീരുമാനിക്കുന്നത്. ആ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ. സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.